ടോക്ക് ഓണിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പാട്ടിനെക്കുറിച്ച് അറിയുന്നത് അതിനേക്കാൾ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. പാട്ടും പറച്ചിലും എന്നത് നമ്മുടെ എപ്പോഴത്തെയും ഒരു പ്രിയപ്പെട്ടൊരു കാര്യം തന്നെ. ഒരു പാട്ടിന് പിന്നിലുള്ള കഥകൾ തേടി പോവാനും ആ പാട്ടിനെക്കുറിച്ച് അറിയാനും ഒക്കെ നമുക്ക് പാട്ടിനെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ടോക്ക് ഓണിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാള ഭാഷയും അതുപോലെ തന്നെ മലയാളത്തിലുള്ള പാട്ടുകളെയും കുറിച്ച് നിരൂപണം നടത്തുകയും മാത്രമല്ല കലാനിരൂപകൻ എന്നുള്ള രീതിയിലേറെ പ്രശസ്തനായിട്ടുള്ള ഇ ജയകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം റേഡിയോ സീവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഈ പാട്ടും പറച്ചിലും എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഒരു പാട്ട് ജനിക്കുന്നത് അത് ആരിൽ നിന്നാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മളെപ്പോഴും പാട്ടുകാരനെ അല്ലെങ്കിൽ പാട്ടുകാരിയെയാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അവരുടെ ശബ്ദമാണ്, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ അതിന് പിന്നിലെ പിന്നണി അല്ലെങ്കിൽ ഗാനശില്പികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ പലപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട്, പ്രത്യേകിച്ച് ഗാനരചയിതാക്കളുടെയൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോകം, ഒരു പാട്ടിൻ്റെ ജനനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിന് പിന്നിലുള്ള ഒരു കഥ എന്താണ്? അത് നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ് അത് പോയ കാലത്ത് ഒരു കാലത്ത്, അതായത് നമ്മൾ പറയുന്ന ഒരു 70s അല്ലെങ്കിൽ ഒരു 75 ഒക്കെ വരെയുള്ള കാലം, വേണ്ട നമുക്ക് 80s എന്ന് പറയാം. ആ കാലത്തൊക്കെ തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പോസേഴ്സ്, അതായത് ഇപ്പോൾ ദേവരാജ് മാഷ്, ബാബുരാജ്, പിന്നെ രാഘവ് മാഷ്, അതുപോലെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി, അർജുന മാഷ്, അങ്ങനെ കുറേ വലിയ കമ്പോസേഴ്സ്, അവരാണ് ഈ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അന്ന് അതിൽ വളരെ കുറച്ച് ആളുകൾക്കേ അത് അറിയുള്ളൂ. പക്ഷെ അറിയുന്നവർക്ക് ഇവരാരാണെന്ന് കറക്റ്റായിട്ട് അറിയാം. പാട്ടിൻ്റെ പിന്നിൽ ഒരു എഴുത്തുകാരനും ഒരു എന്താ പറയുക, ഒരു സംഗീതകാരനും ഉണ്ട് എന്നറിയാമായിരുന്നു. പക്ഷേ ആ ഒരു 80s കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ 80s ഞാൻ വെറുതെ പറയുകയാണ്, സത്യം പറഞ്ഞാൽ 70കളുടെ, അതായത് ഒരു 75 പകുതി, 80s പകുതി വെച്ച് തന്നെ അതൊക്കെ മാറിയിരിക്കുന്നു കംപ്ലീറ്റ്. കാരണം നമ്മൾ ഈ പുറത്തുള്ള സംഗീതം എന്ന് ഞാൻ പറയുന്നത്, പുറത്തുള്ള സംഗീതം എന്നും ഇന്ത്യക്കാരൻ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എല്ലാ തരത്തിലുള്ള കൾച്ചറൽ കാര്യങ്ങളെയും സർവാത്മന സ്വീകരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വിഷമതകളും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ സാംസ്കാരിക വിനിമയം കൊണ്ട് ഇന്ത്യക്ക് എന്ത് ലാഭമുണ്ടായി, എന്ത് നഷ്ടമുണ്ടായി, ഇന്ത്യ എന്ന് ഞാൻ ഒരുമിച്ച് പറയാം. അത് കേരളത്തിന് അത് വളരെ കൂടുതലാണ്. നമ്മളൊട്ടും ബയസ്ഡ് അല്ല ഒരു കാലത്തും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പക്ഷേ പിന്നീട് അത് എന്തായാലും ടെലിവിഷൻ പോലെയുള്ള മാധ്യമമൊക്കെ വന്നപ്പോൾ ഇത് എപ്പോഴും പാടുന്നയാൾ, കാരണം കാണുകയാണല്ലോ, നമ്മളൊരിക്കലും പാട്ടുകാരനെ കാണുന്നില്ല സിനിമയിൽ. നമ്മുടെ ആദ്യകാലത്ത് പാടുന്നതൊരു താരാണ്, അതായത് ഒരു നായകൻ, നായിക ആരെങ്കിലും പാടുന്നത്. അപ്പം ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു 10 വയസ്സ് വരെ ഞാൻ വിചാരിച്ചിരുന്നു പ്രേംനസീറാണ് പാടുന്നത് അല്ലെങ്കിൽ ഷീലയാണ് പാടുന്നത് എന്നൊക്കെയാണ്. പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ പ്രേംനസീർ അല്ല, യേശുദാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. കാരണം അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ പാട്ടിൻ്റെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോൾ, മത്സരത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കുമ്പോൾ അപ്പോഴൊക്കെ ആരെങ്കിലും നമ്മൾ സഹായത്തിനായിട്ട് പറഞ്ഞു തരുന്നതാണ്, ഇത് യേശുദാസിൻ്റെ പാട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച്, കാരണം അന്ന് ഫോട്ടോസൊന്നും കിട്ടാനില്ല, നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഈ ആളുകളെ കുറിച്ച്. അങ്ങനെയാണ് നമ്മൾ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നണി ഗായകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അല്ലെങ്കിൽ പിന്നണി ഗായിക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ വിഷ്വൽ മീഡിയ വളരെ വലുതായപ്പോൾ ഈ പാടുന്നയാൾക്കും പാടുക മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ഡൈനാമിക്സ് പാടുന്ന ആൾ ചെയ്യണം എന്നുള്ളൊരവസ്ഥ വന്നതോടുകൂടി ഞാനത് മൂല്യശോഷണം സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അതൊക്കെ ഒരു അർത്ഥമില്ലാത്ത വാക്കാണ്. കാരണം കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലം മാറുമ്പോഴും നമ്മളുടെ ഒരു സംസ്കാരവുമായിട്ടും നമ്മുടെ സംസ്കൃതിയുമായിട്ടും ബന്ധമുള്ള, അതിൽ നിന്നുകൊണ്ട് വേണം പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ. അത് തികച്ചും അത് വലിയൊരു വിഷയമാണ്. അതൊരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഇളയരാജയെ പോലെ ഒരു കമ്പോസർ, അത്രയും വൈഡ് റേഞ്ചുള്ളൊരു കമ്പോസർ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹിന്ദിയിൽ പോവുകയാണെങ്കിൽ R.D. ബർമൻ, അങ്ങനെയാണത് പറയുക, ഒരു ജനറേഷൻ പറയുക അങ്ങനെയാണ് നമ്മൾ. R.D. ബർമൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പോസറാണ്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം വെസ്റ്റേൺ, നമ്മൾ പറയുന്ന പോപ്പുലർ മ്യൂസിക്, കണ്ടംപററി മ്യൂസിക് ഒക്കെ പല രീതിയിലും ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ ബർമൻ്റെ പാട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ ബംഗാളിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു സംഗീത സംസ്കാരമുണ്ട്. ഇവിടെ
തമിഴ്നാട്ടിൽ ജീവിച്ച ഒരാൾ രാജാ സാറിനെ കൊള്ളാവുന്ന ഏത് പാട്ട് നമ്മൾ കുറച്ചൊരു ഫോക്കിഷ് ആയിട്ടുള്ള പാട്ട് കേട്ടാൽ നമ്മളപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു വരമ്പത്ത് കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഇതിൻ്റെ ഈ ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം. അതാണ് മലയാളിക്ക് അങ്ങനെ ഒരു സംഭവം മലയാളത്തിൽ ശരിക്കും ഉണ്ടാക്കി തന്ന ഒരാൾ രാഘവ മാഷാണ്. അതിൽ മലയാള സിനിമാ ഗാനത്തിൻ്റെ നമ്മളൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള സിനിമാ ഗാനം എന്ന് പറയുന്നത് വലിയൊരു സൗധമാണെങ്കിൽ അതിൻ്റെ മുന്നിലെ 2 തൂണുകളാണ് ദേവരാജ മാഷും രാഘവ മാഷും. അതിന് കാരണമുണ്ട്. ലളിതഗാനം എന്ന് പറയുന്നത് മലയാളിക്ക് എല്ലാവർക്കും പാടാനുള്ള ലളിതഗാനത്തിന് ആദ്യമായിട്ട് തുടക്കമിട്ട ആളുടെ പേര് ദേവരാജൻ എന്നാണ്, പറവൂർ ജി ദേവരാജൻ. അതൊരു ശരിക്കും പറഞ്ഞ ഒരു സ്കൂളാണ്, ഒരു സ്കൂളിംഗ് ആണ് നടത്തിയത് മലയാളിയെ. അത് നാടകഗാനത്തിൽ നിന്ന് തുടങ്ങി പിന്നെ സിനിമയിലേക്ക് വന്നു. മറ്റത് ലളിതഗാനം ആകാശവാണിക്ക് ചെയ്ത് വന്നിട്ട് പിന്നീട് മാഷ് സിനിമയിലേക്ക് വരുന്നതോടുകൂടി മാഷ് കേരളത്തിൻ്റെ നമ്മൾ കേൾക്കാത്ത നാടോടിപ്പാട്ടിൻ്റെ നാടോടി സംസ്കാരത്തെ തൻ്റെ പാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാഘവൻ മാഷ് ചെയ്ത ഒരു പാട്ട്, അതായത് നാടോടി ഈണമുള്ള ഒരു പാട്ട്. ഈ പാട്ട് നമ്മൾ ധാരാളമായിട്ട് കേട്ട് ആസ്വദിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ എവിടെയോ കേട്ട് പരിചയമുള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തോ നമ്മൾ അടുത്ത പാട്ടാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ചിത്രം നീലക്കുയിലിൽ തന്നെ അത് വന്നിട്ടുണ്ട്. നീലക്കുയിലിൽ അദ്ദേഹം പല തരത്തിലുള്ള ജോണറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ നീ മറക്കും കുയിലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ശരിക്കും അതിൻ്റെ പശ്ചാത്തലം, സംഗീത പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളിലെ രവീന്ദ്ര സംഗീതമാണ്. മാത്രമല്ല രവീന്ദ്ര സംഗീതത്തിൻ്റെ സ്റ്റൈലിൽ കൂടുതൽ പാട്ട് ചെയ്തിട്ടുള്ള ആൾ ശരിക്കും രാഘവ മാഷാണ്. ബാക്കിയുള്ളവരൊക്കെ ഒറ്റം തെറ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് ഈ എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ള പാട്ടിൻ്റെ ഞാൻ 2 വരി അത് പാടി കാണിച്ചു തരാം. ഓരോ കിനാവിൻ്റെ മാമ്പൂം തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തിന്ന് ഓടിക്കളിച്ചതും പാറിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ നാട്ടിൻ്റെ അല്ല, പക്ഷേ നമ്മുടെ നാടിനോട് എന്തോ ബന്ധമുള്ള ഒരു കാരണം നമുക്ക് ഇങ്ങനെ ഒരു ആലാപന രീതിയില്ല. മാത്രമല്ല അത് ബംഗാളിൽ സൈകളിനെ പോലെയുള്ള പാട്ടുകാരുടെയൊക്കെ ഒരു രീതിയാണത്. അത് ബംഗാളിൻ്റെ മാത്രം രവീന്ദ്ര സംഗീത രീതി അറിയാലോ. രവീന്ദ്രനാഥ് ടാഗോർ, അതായത് ഇന്ത്യൻ ക്ലാസിക്കലും ആദ്യത്തെ വെസ്റ്റേൺ സ്കൂളിംഗ് ആയിട്ടുള്ള യൂറോപ്യൻ മ്യൂസിക്കും തമ്മിൽ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് രവീന്ദ്ര സംഗീത. നൊട്ടേഷനുള്ള സംഗീത രീതിയാണ്, വെസ്റ്റേൺ നൊട്ടേഷനുള്ള സംഗീത രീതിയാണത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ദേവരാജ മാഷ് അങ്ങനെയല്ല. മാഷിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ മൊത്തം ചരിത്രം എടുത്ത് നോക്കിയാൽ വേണ്ട ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതായത് എഴുതി കൊടുത്ത വരിക്ക് സാഹിത്യത്തിൻ്റെ അർത്ഥതലത്തെയും ഭാവതലത്തെയും സംഗീതത്തിൻ്റെ പ്രത്യേകമായ ഒരു ചരട് പിടിച്ചിട്ട് അതിനെ ഏറ്റവും ഭാവാത്മകമായി ചെയ്തിട്ടുള്ള മുൻപന്തിയിലുള്ള ആളാണ് ദേവരാജ മാഷ്. മാഷിൻ്റെ പാട്ടുകൾ മുഴുവൻ നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. ഒരിക്കലും അത് എഴുതപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നും മാറിക്കാണില്ല. മറ്റ് പല കമ്പോസേഴ്സിനും നമുക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു അത്ഭുതം ബാബുരാജ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ ഹിന്ദുസ്ഥാനി നമ്മൾ പറയുന്ന നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ബേസിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദേവരാജ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഈ ബാബുരാജ് എന്ന് പറയുന്ന ആൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, പ്രൈമറി ക്ലാസ്സിൽ നിന്ന് നാടുവിട്ട് പോയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭാഷയെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് മഹാത്ഭുതമാണ്. അത് ഞാൻ ബാബുരാജിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. മലയാള സിനിമയുടെ ഒരു ഗാന ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കർണാടക സംഗീതത്തെ ഏറ്റവും സൂക്ഷ്മമായി ഈ സിനിമാ പാട്ടിൽ, നമ്മൾ സിനിമാ പാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്, കാരണം വേറൊരു പാട്ട് നമുക്കില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ പാട്ടില്ല എന്നല്ല, അത് ഫോക്ക് സോങ് ആണ്. അത് നമ്മൾ ആദ്യകാലത്ത് ആരും അംഗീകരിച്ചില്ല. ഫോക്ക് സോങ്ങിനെയൊക്കെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി. അതിന് വേറെ ഒരുപാട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അവരെ ഒരിക്കലും നാടൻ ഈണം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അത് എവിടുന്നോ വീണ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് സ്വാംശീകരിച്ചിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളെ അത് ഈ അയിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് മാറ്റി നിർത്തിയത്. അവരൊരിക്കലും പൊതുവേദിയിൽ വന്നിട്ടില്ല.
പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു സംഗീതം എന്ന് പറയുന്നത് കഥകളി സംഗീതമാണ്. കഥകളി സംഗീതം നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് കേൾക്കാൻ അവസരമില്ല. അത് ഓരോരോ സ്ഥലങ്ങളിൽ, അതായത് വലിയ ഉന്നതകുലജാതരായിട്ടുള്ള വലിയ തറവാടുകളിൽ മാത്രം അവരുടെ ആളുകൾ മാത്രം ആസ്വദിച്ചിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ മറ്റേ കഥ അറിയാലോ, അതിനോട് റെബലായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയത്, തുള്ളൽ പാട്ട്. പക്ഷെ തുള്ളൽ പാട്ടിന് ഒരിക്കലും കഥകളിപ്പാട്ടിനെ പോലെ ആകർഷിക്കാനുള്ള ശേഷിയില്ല. കാരണം ചടുലത കൂടുതലാണ് അതിന്. കഥകളിപ്പാട്ട് ദൃശ്യവുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക. മറ്റത് പാട്ട് നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയായിട്ടാണ് നമ്പ്യാർ വരിക. താളാത്മകമാണ്, താളം കൊണ്ടാണ് ആൾ നൃത്തം ചെയ്യുന്നത്. കഥകളി അങ്ങനെയല്ല. കഥകളി പാട്ടിൻ്റെ വ്യാഖ്യാനമുണ്ട് അതിനകത്ത്. പിന്നീട് സിനിമയിലേക്ക് വരും തോറും ഇപ്പം നാടൻ പാട്ടായാലും മാപ്പിളപ്പാട്ടുകളാണെങ്കിലും സിനിമകളിലേക്ക് വരുന്നതോടുകൂടി അതൊരു വേറൊരു രീതിയിലേക്ക് അവിടെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ നമ്മൾ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചർ, മ്യൂസിക്, സംഗീതത്തിലൂടെ വരുന്ന കൾച്ചറിൻ്റെ ഒരു കൺഗ്ലോമറേഷനാണ് സത്യത്തിൽ സിനിമയിലെ പാട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയാൻ സിനിമയിലെ കഥ പറയാനായിട്ട് നറേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പാട്ട്. ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ ഒരു കഥാപാത്രമാണെങ്കിൽ അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അയാളുടെ മാനസിക വ്യാപാരം, അതുപോലെ ഒരു ഓർമ്മ, സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മ, കാലവുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മ, രണ്ട് പേര് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ തമ്മിലോ ഉള്ള പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ ഒക്കെ അർത്ഥതലത്തെ വ്യാഖ്യാനിക്കാൻ എടുക്കുന്ന സംഗതിയാണ് സിനിമയെക്കുറിച്ച് സിനിമാ പാട്ട് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാഹിത്യരചന എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരാളുടെ എന്താ പറയുക, മൊത്തത്തിലുള്ളൊരു പ്രകൃതി, വാക്കുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രകൃതി. ആ പ്രകൃതിയെ മറ്റുള്ളവൻ്റെ അകത്തേക്ക് കടത്തിവിടുന്ന പ്രധാന സാധനമാണ് സംഗീതം. ഗാനരചയിതാവും സംഗീതകാരനും ചേരുമ്പോഴാണ് ഒരു പാട്ടുണ്ടാകുന്നത്. പാട്ട് എന്ന് പറഞ്ഞാൽ ഈണം അല്ല, പാട്ട് എന്ന് പറഞ്ഞാൽ സാഹിത്യവുമല്ല. എന്നാൽ ഇത് രണ്ടും ചേരുമ്പോൾ ഗാനമുണ്ടാവും. ഈണവും സാഹിത്യവുമാണ്. അപ്പോൾ കവിതയും സംഗീതവും ചേർത്താൽ അല്ലേ ഈ സാധനം വരുള്ളൂ. കവിത എന്നുള്ളത് നമ്മൾ ഏത് ആസ്പെക്റ്റിലും വിളിക്കാം. അതൊക്കെ നമ്മുടെ റേഞ്ച് അനുസരിച്ച് നമുക്കിത് കവിതയാണ് അല്ല എന്നൊക്കെ പറയാം. കാരണം നല്ല പാട്ടുകൾക്ക്, നമ്മൾ കേൾക്കുന്ന നല്ല പാട്ടുകൾക്ക് കവിതയുമായിട്ട് വളരെ ചെറിയ മാർജിനേ ഉള്ളൂ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അത് ചില പാട്ടുകളൊക്കെ കവിതയിലേക്ക് വീഴും. അതാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എന്തുകൊണ്ടാണ് ഒരു കവിത ചൊല്ലുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹമൊക്കെ മധുസൂദനൻ നായരൊക്കെ കേരളത്തിൽ ഈ സാധനത്തെ പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. ആദ്യം പ്രചരിപ്പിച്ചത് കടമ്മനിട്ടയാണ്. അവർ ഈ സാധനത്തെ സംഗീതം ഞാനിവിടെ അർത്ഥാക്കുന്ന താളമാണ്. കവിതയെ സംബന്ധിച്ച് ഛന്ദസ്സാണല്ലോ പ്രധാനം. ആ താളത്തിലേക്ക് വരുമ്പോൾ ഇതിലുണ്ടാകുന്ന ശബ്ദം, താളത്തിലുള്ള ശബ്ദവും താളത്തിലല്ലാത്ത ശബ്ദവും, ആ ശബ്ദമാണ് വാസ്തവത്തിൽ ഇത് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടാക്കുന്നത്. അത് സാഹിത്യം അറിയുന്ന ആൾ, അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കും. അല്ലാത്തവർ ഇതിൻ്റെ അതിൻ്റെ ഒരു താളത്തിൻ്റെ ഒരു മയത്തിൽ ഇങ്ങനെ നിൽക്കും. ഒരു കാലത്ത് മധുസൂദനൻ നായരുടെ കാസറ്റുകളൊക്കെ ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ സ്ഥിരമായിട്ട് അവരുടെ വണ്ടിയിലിട്ട് കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അവർക്കത് എന്താണ് കവിത എന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയ കവിതയൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ അവർക്ക് അറിയാം ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതാണല്ലോ ഏതൊരു സബ്ജക്റ്റിൻ്റെയും പ്രശ്നം. ഏതൊരു കാര്യത്തിൻ്റെയും ഒരു അപ്ലിക്കേഷൻ കൊണ്ട് മറ്റൊരാൾക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഇതെന്തോ വ്യത്യസ്തമായ ഒന്നാണ് എന്ന് തിരിച്ചറിയാം. അതാണല്ലോ അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അതൊരു വലിയ വിശേഷമാണ്. അപ്പോൾ ഇതാണ് രാഘവ മാഷ്ടെ ഒരു രീതി എന്ന് പറയുന്നത്. രാഘവ മാഷ്ടെ നാടോടിത്തം ചേർത്ത് വെച്ചിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അത് ആദ്യത്തെ പാട്ട് തന്നെ എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. അത് വടക്കൻ, മിക്കവാറും എല്ലാം വടക്കനാണ്. വടക്കൻ രീതിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എം ജി രാധാകൃഷ്ണനാണ് തെക്കൻ രീതി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. തെക്കൻ രീതി കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ. അതിൻ്റെ കാരണം എം ജി രാധാകൃഷ്ണനും കാവാലവും തമ്മിലുള്ളൊരു കൊള്ളക്കൊടുകയാണ്. കാവാലം ഈ നാട്ടുസംഗീതത്തിലും നാടോടി സംസ്കാരത്തെക്കുറിച്ചും കാവാലത്തെ പോലെ ഒരാൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വേണ്ട പോലെ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അത് നമ്മളുടെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അത് വേറെ വിഷയമാണ്, അവിടേക്കൊന്നും പോകില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് തീരില്ല. മാഷ് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ബേസിക് കറക്റ്റായിട്ട് രാഗത്തിലാണ്, കൃത്യമായ കർണാടക സംഗീതത്തിലെ ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗത്തിലാണ് മാഷ് ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. അത് ശങ്കരാഭരണമാണെന്ന് അറിയണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ഒരാൾക്ക് അതിന് നൊട്ടേഷൻ വരുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത് ശങ്കരാഭരണമാണല്ലോ എന്ന് മനസ്സിലാവുക. പക്ഷേ
അത് ആലപിച്ചിട്ടുള്ളത് നാട്ടുരീതിയിലാണ്. ആ നാട്ടുരീതി പറഞ്ഞാൽ ഒരു ആന്തോളനമുള്ള ഒരു രീതിയാണത്. ആന്തോളനം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് പോവുക അഷ്ടപതിയാണ്. അല്ല, ഈ നാടനായിട്ടുള്ള ഏതോ ഒരു തോറ്റത്തിൻ്റെ ഒരു ഫ്ലേവറിനെ മാഷ് ഇതിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ജാനകിയമ്മ പാടിയൊരു പാട്ടാണത്, കുരുക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിൽ. ഭാസ്കരൻ മാഷാണ് അത് എഴുതിയത് ആ പാട്ട്. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു കിനാവു കണ്ടു. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു കിനാവു കണ്ടു. മകയിരപ്പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാൽ ആടിയാടി. ഇതാണ് അതിൻ്റെ ഒരു ഈണം. ഇതിനകത്ത് ഒരു കഥ പറയുന്നുണ്ട്. അതായത് അത് ഈ ഒരു തോറ്റമ്പാട്ടിൻ്റെ നമ്മളിവിടെ പറയുന്ന മലബാറിലല്ല ആക്ച്വലി തോറ്റമ്പാട്ടുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. അതിലത്തെ തോറ്റമ്പാട്ടിൻ്റെ ഒരു ഈണത്തിലാണ്. ഈ ഈണത്തിൻ്റെ വേറെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒരുപാട് പാട്ടിൽ മാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പലതിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ഇതിൻ്റെ ഒരു നമ്മൾ പറയുന്ന ഇംപ്രവൈസേഷൻ ഒരുപാട് സ്ഥലത്ത് അതാ പറയുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് മാഷിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ദേവരാജൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു പാട്ടിനെ എങ്ങനെയാണ് മാഷ് വാക്കുകളോട് സമീപിച്ചിട്ടുള്ളതെന്ന് മാത്രം പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കുറച്ച് ഹിറ്റ് പാട്ടുമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഇതാണ് വരി, പല്ലവി. അപ്പോൾ അത് ഈ അരികിൽ നിന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഒരാളുടെ സ്വപ്നമാണത്. നീ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒരു മാത്രം നനച്ചു പോയി, നീ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അലങ്കാരത്തിലാണ് ആ കവിത. സംഭാവന എന്ന് പറയുന്ന അലങ്കാരമാണത്. ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഈഫ് എന്ന് പറയുന്നതിന് പകരമാണ്. അപ്പോൾ അത് മാഷ് ചെയ്തപ്പോൾ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രണ്ട് മാത്ര എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും രണ്ടർത്ഥമാണ് കൺവേ ചെയ്യുന്നത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രണ്ട് വെറുതെയുമുണ്ട്. രണ്ടും രണ്ടർത്ഥമാണ് കൺവേ ചെയ്യുന്നത്. ആദ്യത്തെ വെറുതെ അല്ല രണ്ടാമത്തേത് ആകുമ്പോഴേക്ക് ആ വെറുതെ എന്നുള്ളത് ഒരു ആശയറ്റ വെറുതെയാണ്. ഇത് ഒരു വാക്കിൻ്റെ പുറത്തുനിന്നാണ് മാഷ് ഉണ്ടാക്കുന്നത്. ഇതിന് ഈ കർണാടക സംഗീതത്തിലുള്ള ഹരികാംബോജി എന്ന് പറഞ്ഞ രാഗവുമായി ഛായയുള്ളൊരു പാട്ടാണത്. ഹരികാംബോജിയുടെ ട്യൂണിൽ നിന്ന് മാഷ് വിട്ടിട്ടില്ല, പക്ഷേ കൃത്യമായിട്ട് കേൾക്കുന്നയാളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതാണ് ഒരു ക്രാഫ്റ്റ്. ഇനി ബാബുരാജിനെ നോക്കാം. നമ്മളിവിടെ അരികെ എന്നാണ് പറഞ്ഞത്. ബാബുരാജിൻ്റെ ഒരു പാട്ട്, ഏകാന്തതയുടെ മഹാതീരം, ഏകാന്തതയുടെ അപാര തീരം. അപാരം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അതിൻ്റെ ഹോറൈസൺ വളരെ ദൂരെയാണല്ലോ. അത് ആ നീട്ടലിലാണ് ആ സാധനം വന്നിട്ടുള്ളത്. ഏകാന്തതയുടെ, അപ്പോഴത് ഏകാന്തത ഫീൽ ചെയ്യുള്ളൂ. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ആ അപാരം രണ്ടും ഒന്നിൻ്റെ എക്സ്റ്റൻഷനാണ് മറ്റത്. ഒരപാരം നമുക്ക് കുറച്ച് കണ്ണെത്തുമെങ്കിൽ മറ്റേ അപാരം കണ്ണെത്തുന്നില്ല. ഒരൊറ്റ പദത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം. ഇതാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെയാണ് ഒരു സംഗീതം വേറൊരു രീതിയിലേക്ക് വരുന്നത്. സ്വാമിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് കർണാട്ടിക് സംഗീതം ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാനൊരു വരി പാടി കാണിച്ചു തരാം. ഇത് ശങ്കരാഭരണത്തിലാണ്. ഇത് പലപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല അത് ഏത് രാഗത്തിലാണ്. അവസാനം ഏതോ ഒരു, എനിക്ക് തോന്നുന്നു കർണാട്ടിക്കിലുള്ള ഏതോ വലിയൊരു സംഗീതജ്ഞനാണ്, നെയ്യാറ്റിൻകര വാസുദേവൻ സാറിനെ പോലെ ആരോ ആണ് ഇത് പറഞ്ഞത്. അത് കർണാട്ടിക്കിലുള്ള, അത് ശങ്കരാഭരണ രാഗമാണ്, മേജർ രാഗമാണത്. അതുവരെ പലരും സംശയിച്ച് നിൽക്കുകയാണ്. അതെന്താ വെച്ചാൽ ഈ കമ്പോസിങ്ങിൻ്റെ ഒരു സ്കില്ലാണത്. ഇതിനെ ലളിതമാക്കുക എന്ന് പറയുന്നില്ലേ. അപ്പോൾ ലളിതമാക്കുമ്പോഴാണല്ലോ നമ്മൾ, ഇപ്പം നമ്മളെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ കേൾക്കുന്നത് സിനിമ പാട്ടിലൊന്നും ഉണ്ടാകും. നമ്മൾ കച്ചേരിയൊക്കെ നമുക്ക് മുഴുവൻ കിട്ടുന്ന വല്ല കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, സാധിക്കില്ല. അതൊരു വേറെ ഒരു ടേസ്റ്റിൻ്റെ വിഷയമുണ്ട്. പൊൻവേൽ മണിക്കച്ച അഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബര മുലഞ്ഞു വീണു കണ്ണൻ്റെ മന്മഥ ലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു സുന്ദരി വനറാണി അനുകരിച്ചു. ഇത് ശങ്കരാഭരണ രാഗമാണെന്ന് ക്ലാസിക്കൽ പഠിച്ച ഒരാൾക്ക് സ്വരസ്ഥാനം അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊരു പാട്ടാണ്. അതും കൃത്യമായിട്ട് ഒരന്തരീക്ഷത്തെ വളരെ വ്യക്തമായിട്ട്, തമ്പി സാറിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. സിറ്റുവേഷൻ കറക്റ്റാണത്. മാത്രമല്ല പറയുന്നത് മുഴുവൻ ഈ മറ്റെന്താ പറയുക, പൊൻവെയിൽ മണിക്കച്ച എഴിഞ്ഞു വീണു, മുഴുവൻ പ്രകൃതിയിലെ ബിംബങ്ങളെ എടുത്തിട്ടാണ് ഇത് പറയുന്നത്. ഒരു കഥ. ആ കഥയിൽ ഈ എന്താ പറയുക, രാജീവ നയൻ്റെ രതി വീണയാകുവാൻ രാധികയെ ഇനിയും നീ ഒരുങ്ങിയില്ലേ എന്നും, കണ്ണൻ്റെ മാറിലെ വനമാലയാകുവാൻ രാധികയെ ഇനിയും നീ ഒരുങ്ങിയില്ലേ എന്ന് രണ്ട് ചോദിക്കുന്നതിനകത്ത് ഇതിനകത്തെല്ലാം കഥ പറയുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും കഥ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈവൻ ട്യൂൺ ആദ്യം ഇട്ടിട്ട് സംഗീതം കൊടുക്കുന്ന പരിപാടി അത് ഏറ്റവും സജീവമായത് സലിൽ ചൗധരി വന്നതിന് ശേഷമാണ്. സലിൽ ചൗധരിയുടെ പാട്ട് ഇത്രയും ഹൃദ്യമായി തീരാനുള്ള കാരണം അദ്ദേഹം ഇന്ത്യയിലെ നിന്നല്ല, എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ മികച്ച കമ്പോസേഴ്സിൽ ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ എത്ര സമയം പറഞ്ഞാൽ തീരില്ല. അങ്ങനത്തെ ഒരാളാണ് സലിത. പക്ഷേ സലിതയുടെ പാട്ട് ഇത്രയും വഴക്കം കുറഞ്ഞൊരു ഭാഷയിൽ, നമ്മുടെ ഭാഷയുടെ ഏറ്റവും വലിയ ശക്തി അതാണ്. എല്ലാ ഭാഷ പോലെയല്ല, എല്ലാം വഴങ്ങില്ല അതിനകത്ത്. ഈ ഭാഷയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു കഥ ആസ്വദിക്കുന്ന പോലെ സലിതയുടെ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ സലിത മാത്രമല്ല, OMV കുറുപ്പാണ്. ഒരു ട്യൂൺ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ട്യൂൺ ഇതാണ്. താരനേ ട്യൂൺ കൊടുക്കുന്നത്. ധാരണേ നനത്താനേ താരേ നനനം തനനാനത്താനേ നാനം. ഇത് കൊടുക്കുമ്പം കാതിൽ ഓക്കെ, തേൻ മഴയായി. തേൻ എന്നുള്ള വാക്ക് ഈ മഴയ്ക്ക് വിശേഷണമായി കൊടുക്കുക എന്ന് കവിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവിടെ വേറെ വാക്ക് വയ്ക്കാലോ. തേൻമഴ എന്ന് പറയുന്ന 4 അക്ഷരമുള്ള വാക്കിന്, ആ ട്യൂണിന് വേറെ അവിടെ 4 അക്ഷരമുള്ള ഏത് വാക്കും വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ മഴ എന്ന് വെച്ചാൽ മതി. പക്ഷേ മഴ എന്ന് വെക്കുമ്പോൾ ഇത്ര സൗന്ദര്യം ഉണ്ടാവുന്നില്ല. തേൻമഴ എന്നാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കവിയും സംഗീതജ്ഞനും ചേർന്നുള്ള ഒരു വല്ലാത്തൊരു ഉടമ്പടിയാണത്. അവരുണ്ടാക്കുന്ന ഈ സാധനത്തെ വൃത്തിയായി അങ്ങോട്ട് കൈ കൊടുക്കുകയാണ് വളർത്താൻ പാട്ടുകാരന്. ഈ സന്താനത്തെ പാട്ടുകാരൻ വളർത്തുന്നത് വർഷങ്ങൾ കൊണ്ടല്ല, 3 മിനിറ്റ് 3.5 മിനിറ്റ് കൊണ്ടാണ്. അതിൽ ഈ പറഞ്ഞ സംഗതിയെ എത്രമാത്രം കേൾക്കുന്നവരുടെ ചെവിയിലേക്കും മനസ്സിലേക്കും മനോഹരമായിട്ട്, അതായത് സ്വാദിഷ്ടമായിട്ട് എത്തിക്കാൻ പറ്റുന്നുവോ അയാളാണ് വലിയ ഗായകൻ അല്ലെങ്കിൽ ഗായിക. ഇതാണ് സിനിമാ പാട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഒരു പരികല്പന. ഇത് വിട്ടുപോയാൽ പാട്ട് നമുക്ക് ഒട്ടും ഏക്കില്ല. 2 ദിവസം കേട്ടാൽ നമ്മൾ വിട്ടുകളയും.
ഇപ്പം സലീൽ ചൗധരിയുടെ ഗാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഭൂപ്രകൃതിയുമായിട്ട് എത്രത്തോളം ഒത്തു നിൽക്കുന്നുണ്ട് ആ പ്രദേശത്തെ ഗാനങ്ങൾ. അപ്പോൾ ഈ ഒരു ബംഗാളിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംഗീതകാരന് മലയാളത്തിൽ ഗാനങ്ങൾ സൃഷ്ടിക്കാൻ, അതിന്റെ മലയാള തനിമയോടുകൂടി സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്, അതാണ് ജീനിയസ് എന്ന് പറയുന്നത്. അതെ, ജീനിയസ് എന്ന് പറയുന്നത് അതാണ്. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ അത് ഉണ്ടായത് കൊണ്ടാണ്. കാരണം സലിതാട് പിന്നെ വേറൊരു കാര്യമുണ്ട്, സംഗീതത്തിന്റെ രീതികളിലും ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടെങ്കിലും അവിടെയുള്ള പല നല്ല ജോണേഴ്സൊന്നും നമുക്കില്ല. പിന്നെ എങ്കിലും നമ്മുടെ ഭൂപ്രദേശത്തിന് ജോഗ്രഫിക്കലായിട്ട് ചെറിയ ഒരു സിമിലാരിറ്റി ഉണ്ട് നമുക്ക് ബംഗാളിലും. മൊത്തത്തിൽ ജോഗ്രഫി ഭയങ്കര, ഭൂപ്രകൃതി തമ്മിൽ വലിയൊരു ഐക്യമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നദിയേ ഉള്ളൂ, അല്ല പുഴയേ ഉള്ളൂ, അവിടെ നദിയുണ്ട്, അതും മഹാനദികൾ. മഹാനദിയാണ് അവരുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഫോക്ലോർ കൾച്ചറുള്ള രാജ്യം ബംഗാളാണെന്നാണ് പറയുന്നത്. അവിടെ 600, വളരെ മുമ്പ് കണ്ടെത്തിയതാണ്, 600 രീതിയിലുള്ള ഫോക്ലോർ പാരമ്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ 4 or 5 നമ്മൾ മനസ്സിലാക്കുന്നത്, അത് സിനിമാ പാട്ടിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് പൂമാനം, ഇത് നമ്മുടെ കൾച്ചറല്ല, അത് ഈ വഞ്ചി തുഴഞ്ഞിട്ട് ഈ നദിയിലൂടെ ബ്രഹ്മപുത്രയെ കൂടെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ വഞ്ചി തുഴയുമ്പോൾ പാടുന്നതാണ്. അതിന് ഭട്യാലി എന്ന് പറയും. അതിന് ഹിന്ദിയിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഭട്യാലി. ആ ഭട്യാലിയുടെ ഒരു കൾച്ചറാണ്. അതായിട്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ ഇതിനനുസരിച്ച്, ഇപ്പോൾ മറ്റേ ചെമ്മീനിലെ പാട്ടില്ലേ പണ്ടൂർ മുക്കുവൻ, അതിനകത്ത് പണ്ടൂർ മുക്കുവനിനകത്ത് ഇദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവിടുത്തെ സമാനമായിട്ടുള്ള ഈണവും ഇവിടുത്തെ വടക്കമ്പാട്ടും കൂടി ചേർത്തിരിക്കുകയാണ്. പണ്ടൂരു മുക്കുവൻ മുത്തിനു പോയി, നമ്മുടെ വടക്കൻ സാധനമാണത്. അപ്പം ഇവിടെയാണ് ഈ ബ്ലെൻഡിനെയാണ് നമ്മൾ ശരിക്കും, ബ്ലെൻഡാണ്. ഫ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പുതിയ വാക്കാണ്. ബ്ലെൻഡാണ്, അത് കൾച്ചർ തമ്മിലുള്ള ബ്ലെൻഡാണത്. ആ ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ, ബ്ലെൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, അതങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. ആ സംസ്കാരം വിട്ടുപോവുകയും നമ്മൾ ഇന്ന് നമ്മളുടെ ഇതിനെ തീരെ ഓർക്കാതെ തികച്ചും മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം, അതൊക്കെ കാലത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹംഗേറിയൻ കൾച്ചറിലുള്ളൊരു പാട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളതിന് കൊട്ടിപ്പാടി സേവ നടത്തും, നമ്മളെ ട്യൂൺ അവിടെ കൊണ്ടുപോയിട്ട് ഹംഗേറിയൻ കേൾക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതെ, അതായത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കൾച്ചർ അല്ലെങ്കിൽ ഈ സാഹിത്യവും അതുപോലെ തന്നെ സംഗീതവും ഒരു വിനിമയം കൂടുതൽ ഇവിടേക്ക് നടക്കുകയും മറ്റേത് ഉപയോഗിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. എത്രയോ ഉണ്ട്. എന്താണെങ്കിലും ഈ ഒരു സാറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പറയുന്നത് ഇതൊരു ഒരുപാട് എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഒരുപാട് പറയാനുള്ള കഥകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതെ, നമുക്ക് ഓരോ വിഷയം എടുക്കുകയാണെങ്കിലും ഈവൻ ഒരു വാക്കിൽ നിന്ന് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലൊരു സ്കൂൾ ഓഫ് മ്യൂസിക്, സംഗീതത്തിന് വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രം തുടങ്ങുമ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലുള്ള ഒരാളാണ്, അതിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ നിങ്ങൾ ആദ്യത്തെ തുടക്കം തൊട്ട് ഇപ്പോൾ ഇന്ന് വരെ ഞാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാമത് ഡിഫറെൻറ്റ് ജോണേഴ്സ് ഓഫ് മ്യൂസിക് ലോകത്തിലുള്ള, നമ്മളിപ്പോൾ 3 സ്കൂളിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യമേ കർണാട്ടിക് ഉണ്ട്, നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാനി സ്കൂൾ ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്. ആ വെസ്റ്റേണിൽ തന്നെ പല രീതികളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഫോക്കിനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഫോക്കിൻ്റെ ഒരു വലിയ അതോറിറ്റിയാണ്. പിന്നെ കുട്ടപ്പൻ മാഷൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്, അതുപോലെ മറ്റേ പുഷ്പവതി ഉണ്ട്. അവരൊക്കെ ഫോക്ലോറിലുള്ള ആളുകളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് മറ്റതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാം അത് എല്ലാ സംഗതികളും സംഗീതത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് രാഗമാണെങ്കിലും ആ രാഗത്തിന് സമാന്തരമായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കണ്ടെത്താം. ഇതെന്താ വെച്ചാൽ സംസ്കരിച്ച് വേറെ പലതും ആഡ് ചെയ്തിട്ടാണ് ഇത് രാഗങ്ങളാക്കിയതെന്ന് മാത്രം. അതാണല്ലോ കർണാടക രാഗപദ്ധതിയിൽ തന്നെ 2 സംഗതിയുണ്ട്, ദേശിയുണ്ട്, മാർഗിയുണ്ട്. മാർഗിയാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ പാടുന്നത്. ദേശിക്ക് നല്ല ഛായ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ എന്ന് പറയുന്ന ശങ്കരാഭരണ രാഗത്തിന് ദേശിമാർഗവും പിന്നെ മാർഗിമാർഗവും രണ്ടും വഴങ്ങും എന്നുള്ളതാണ്. നമ്മൾ എത്രയോ പാട്ടുകൾ ശങ്കരാഭരണത്തിൽ, ഇപ്പോൾ പൊന്മയിൽ മണിക്കച്ച സെമി ക്ലാസിക്കലാണ്, അതേ സാധനം തന്നെയല്ലേ മറ്റത് തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ. അപ്പോൾ ഒന്ന് മാർഗിയാക്കി വെച്ചിരിക്കുകയാണ്. അതായത് മാർഗി എന്ന് അർത്ഥമാക്കുന്ന ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മൾ ഈ ഒരു റൂട്ടിൽ പോയാലാണ് കാലങ്ങളെ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറയും അങ്ങനെ കാലത്തൊന്നും നിൽക്കില്ല, എല്ലാത്തിനും ആയുസ്സോർ കൊല്ലാന്നൊക്കെ, അതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷേക്സ്പിയർ ഒന്നും വായിക്കപ്പെടാൻ പാടില്ലല്ലോ. അതെ, അതായത് പിന്നെ എന്താ പറയുക, എഴുത്തുകാരൻ അല്ലെങ്കിൽ ഓഥർ ഇല്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും ഷേക്സ്പിയറിനൊക്കെ വായിക്കണം, ഷായ വായിക്കണം, എല്ലാവരും നമ്മൾ വായിക്കണ്ടേ. അതെന്താ വെച്ചാൽ ആ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാലത്തെ അതിജീവിക്കുന്നതാണ്. അത് മ്യൂസിക്കിനും ബാധകമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കാലം വന്നു, കണ്ടംപററി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് എത്രയോ പുത്തൻ ഒരുപാട് സാധനങ്ങൾ നമ്മളൊന്നും ചിന്തിക്കാത്തത് വന്ന് കിടക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല, നമ്മളതിന് പുറകെ പോകാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും ബീഥോവനെയോ അല്ലെങ്കിൽ മൊസാർട്ടിനെയോ അല്ലെങ്കിൽ വിവാൽഡിയോ ഒക്കെ തൊടാതെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ് കാരണം? അതങ്ങനെ ഒന്നും നശിക്കില്ല, തുടർച്ചയാകുമ്പോൾ പലപ്പോഴും മറ്റൊരു സാധനം ഷോക്കേസിൽ വെക്കാൻ, ആ ഷോക്കേസിൽ വെക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഇതിൽ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇതിനെ കൂടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ വയസ്സാവുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വല്ല വൃദ്ധസദനത്തിലൊക്കെ ആക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. നമ്മളതല്ലല്ലോ ചെയ്യേണ്ടത്. ആ മൂല്യത്തെ എങ്ങനെ സംരക്ഷിക്കാം? പക്ഷേ ഏതൊരു മൂല്യത്തെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ അത് ലോകത്തിലുള്ള എല്ലാ സംഗതിക്കും ബാധകമാണ്. സാഹിത്യമാണെങ്കിലും സംഗീതമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ അതാണ്. ആ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിക്കാതെ ഒരു 5 മാസം ഇരുന്നാലും ചർച്ച ചെയ്താൽ തീരില്ല. അത്രയും വലിയ വിഷയമാണത്. അതാണ് അതിൻ്റെ ഒരു സംഭവം. എന്താണെങ്കിലും ഈ ഒരു സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ്, സംശയമില്ല. അത് വളരെ ഒരു ഗൗരവമുള്ള ഒരു പ്രസ്ഥാനമായി വരും തന്നെയാണ് ഞാൻ. അതെ. അപ്പം സംഗീതം എന്ന് പറയുന്ന ഒരു ഭാഷ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടും നമ്മുടെ ഇടയിൽ നിൽക്കാനും ഒക്കെ ഇത് സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പം എന്താണെങ്കിലും ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും വളരെ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ നമ്മുടെ റേഡിയോ സിയുവിൻ്റെ ശ്രോതാക്കളോട് സംവദിച്ചിട്ടുള്ള ജയകൃഷ്ണൻ സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. സന്തോഷം.